ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് നമുക്ക് നിലവിലുള്ള ഒട്ടനവധി സംശയങ്ങൾക്ക് മറുപടി തരുവാനും ഒക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനായ ഡെന്നിസ് ജോയ് അവർക്ക് ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും എഴുതുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 14 വർഷമായി, കുട്ടികളൊന്നും ആയിട്ടില്ല. പല ട്രീറ്റ്മെൻറ്റ്സും ചെയ്തു, പ്രയോജനമൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ എനിക്കും ഭാര്യയ്ക്കും ചെറിയ ജോലിയുണ്ട്. ജീവിതത്തിലൊരു ഉയർച്ചയും ഉണ്ടായിട്ടില്ല. ജാതകത്തിന് വീടിൻ്റെയും ദോഷം കൊണ്ടാണ് എന്ന് പലരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കത്ത്. സാറിനെ ഫോണിൽ വിളിച്ചിരുന്നു. അപ്പോൾ ജാതകവും പ്ലാനും ഡീറ്റെയിൽസും അയക്കാൻ പറഞ്ഞിരുന്നു. അതേ പ്രകാരമാണ് ഈ കത്ത് അയക്കുന്നത്. ദയവായി മറുപടി തന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ദേവാമൃതം പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട്. തീർച്ചയായും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നന്ദി അങ്ങോട്ട് അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഇദ്ദേഹത്തിൻ്റെ ജാതകം ശരിക്കും പിതൃദോഷം നല്ലപോലെ കാണുന്നുണ്ട്. ഇദ്ദേഹത്തിന് പിതൃക്കളിലെ ഒരു അപ്രീതി നല്ലപോലെ കാണുന്നുണ്ട്. അപ്പം പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്നതായിട്ടുള്ള കർമ്മങ്ങൾ എന്താണോ ഇവരുടെ മതാചാര പ്രകാരം ചെയ്യുന്നത്, അതനുസരിച്ച് പിതൃക്കളുടെ പ്രീതി വരുത്താനായിട്ട് ആദ്യം നോക്കുക. അതുപോലെ ഈ വീടിൻ്റെ വസ്തുവിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കൊരു ഏങ്കോണിപ്പിൻ്റെ അത് കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമുക്കൊരു ഏങ്കോണിപ്പ് വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് താമസിക്കാൻ പല വിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരാം. അതുപോലെ ചിലപ്പം കുട്ടികളുണ്ടാകാനുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ വരാം. അപ്പം ഇവർ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്തെ ഈ ഒരു കംപ്ലൈൻറ്റ് സ്ക്വയർ ചെയ്ത് മാറ്റുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾക്കൊരു പരിഹാരമാകും. അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടൊരു സെപ്റ്റി ടാങ്ക് കൊടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സെപ്റ്റി ടാങ്കൊക്കെ വന്നു കഴിയുമ്പോൾ സെപ്റ്റി ടാങ്ക് എന്നുള്ളതല്ല, അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ നമുക്ക് വൈറസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ യൂട്രസ് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാരണവശാലും നമുക്ക് വെള്ളമോ അല്ലെങ്കിൽ മറ്റ് മലിനമായിട്ടുള്ള ഒരു സാധനങ്ങളും അവിടെ കെട്ടിക്കിടക്കാൻ പാടില്ല. അതുപോലെ ആ ഒരു ഭാഗം ഇവർ ക്ലിയർ ചെയ്യണം. അതുപോലെ ഇതിൻ്റെ ബ്രഹ്മസ്ഥാനത്തായിട്ട് ഒരു ഭിത്തി കാണുന്നുണ്ട്. കാരണം ഈ വീടിന് കാരണം വെച്ചാൽ നമുക്ക് എപ്പോഴും ബ്രഹ്മസ്ഥാനം എന്ന് പറയുമ്പോൾ എപ്പോഴും ഓപ്പൺ ആയിരിക്കും. കാരണം വെച്ചാൽ അവിടെ ഭിത്തിയോ അല്ലെങ്കിൽ വാഷ് ബേസിനോ ടോയ്ലറ്റോ അങ്ങനെയുള്ള ഒന്നും വരാൻ പാടില്ല. എപ്പോഴും ഓപ്പണായിട്ട് കിടക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഈ ഒരു ഭിത്തി ഇവർക്ക് ഈ പറഞ്ഞ പോലെ ആ വീടിൻ്റെ 4 മൂലയിലേക്ക് എനർജി സ്പ്രെഡ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ബ്രഹ്മസ്ഥാനമാണ്. അപ്പോൾ അവിടെ ഒരു ഭിത്തിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു എനർജി ഫ്ലോയ്ക്ക് അത് തടസ്സം ഉണ്ടാക്കും. റൂമിൻ്റെ സൈസ് എടുക്കുന്ന സമയത്ത് ഇത് മരണച്ചുട്ടിലാണ് നിൽക്കുന്നത്. വീടിൻ്റെ മൊത്തത്തിലുള്ള അളവെടുക്കുമ്പോഴും മരണച്ചുട്ടിലാണ്. അപ്പം മരണച്ചുട്ടി നിൽക്കുന്ന ഒരു വീടിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ എത്ര അധ്വാനിച്ചാലും ഒന്നും ഒരു മീതി ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ജീവിതകാലം മൊത്തം നമ്മൾ അധ്വാനിച്ച് എന്തെങ്കിലും സേവ് ചെയ്താലും ആ ഒരു സേവിങ്സ് ഒന്നും നമുക്ക് നിലനിൽക്കില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊന്നും ശാശ്വതമായിട്ട് നമുക്കൊരു ഗുണഫലങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. അപ്പം ബെഡ്റൂമിൻ്റെ സൈസ് നമ്മളൊരു 20 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ മരണച്ചുറ്റ് വിഷയങ്ങൾ മാറിക്കിട്ടുന്നുള്ളൂ. അതുപോലെ വീടിൻ്റെ പുറത്തെ ചുറ്റളവ് എടുക്കുമ്പോൾ ഒരു കോൽ 72 സെൻറ്റിമീറ്റർ കൂടി ഇവർ കൂട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 79 കോൽ വരും. പൂര നക്ഷത്രമാണ്, വൃഷയോനിയാണ്, ഉത്തമമായിട്ടുള്ള കണക്കിലേക്ക് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലൈൻ്റ് എന്ന് പറയാനുള്ളൂ. അതുപോലെ ഇവർക്കൊരു ഉയർച്ച ഉണ്ടാവാത്തതിൻ്റെ മെയിൻ കാരണം ഇവരുടെ പിതൃക്കളുടെ അപ്രീതിയാണ്. അപ്പം പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ പോലും അവർ കേൾക്കുകയുള്ളൂ. കാരണം വെച്ചാൽ എത്രയും പെട്ടെന്ന് ഇവർ പിതൃക്കളുടെ അനുഗ്രഹം വാങ്ങിക്കാനായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അല്ലെങ്കിൽ പിതൃപ്രീതി വരുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക. വീടിൻ്റെ ഈ 2 കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. ഇത്തരത്തിൽ വീട് ഇങ്ങനെ ഒരു സംശയങ്ങളൊക്കെ ആയിട്ട് വിളിക്കുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഈ അന്വേഷണം സംബന്ധിച്ച് പോകുമ്പോൾ ഇത്തരത്തിൽ ബന്ധപ്പെട്ട എന്തെല്ലാം വിഷയങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ട് നമ്മൾ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇല്ല, നമുക്ക് ഒരാളുടെ ഒരു വിഷയങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ചിലപ്പോൾ അവരുടെ ജാതകത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവാം. ചിലപ്പോൾ അവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ വസ്തു സംബന്ധമായിട്ടുള്ള വിഷയങ്ങളായിരിക്കാം. ഈ ജാതകത്തിലെ പ്രശ്നങ്ങളൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്ത് അതിൻ്റെ ദോഷങ്ങൾ കാഠിന്യം കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ദോഷം എന്ന് വെച്ചാൽ വാസ്തുവിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ യഥാർത്ഥമായിട്ട് കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ നമ്മൾ ചെയ്യുമ്പം പിന്നീട് ഒരിക്കലും ആ വാസ്തു സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് തിരിച്ചു വരികയില്ല. അതൊരു വസ്തുവിൻ്റെ വിഷയമാണ്. ചില വീടുകളൊക്കെ എടുക്കുന്ന സമയത്ത് വാസ്തുവൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കിയതാവാം, പക്ഷേ അതും പൂർത്തിയാകാതെ കിടക്കുന്നതായിട്ട് കണ്ടുണ്ടാവും. പലപ്പോഴും പൈസ ഉണ്ടെങ്കിൽ പോലും ഏതെങ്കിലുമൊക്കെ റീസൺ വന്നിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള വീടുകൾ നമ്മൾ എടുക്കുമ്പം മിക്കവാറും സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളായിരിക്കും അതിനെ ബാധിച്ചിരിക്കുക. ചിലപ്പോൾ ചുറ്റളവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് വരാം. അതുപോലെ നമുക്ക് സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വീട് വെക്കുന്നതിന് മുമ്പ് ആ സ്ഥലം നമ്മൾ കാണാനായിട്ടൊരു വാസ്തു ചെയ്യുന്ന ആളെ അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യനെ സമീപിക്കുമ്പോൾ
അവരോട് ചോദിച്ചിട്ട് അതിനകത്ത് വസ്തുവിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നുള്ളത് ക്ലാരിഫിക്കേഷൻ ഉണ്ടാക്കിയെടുക്കണം. കാരണം വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന പരിഹാരം ചെയ്ത ശേഷം വേണം നമ്മൾ വീട് പണി മുന്നോട്ട് പോകാനായിട്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന യാതൊന്നും പാടില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം ഈ അടുത്ത സമയത്ത് ഒരു വീട് പണി ഇതുപോലെ പണി പൂർത്തിയായിക്കൊണ്ടിരുന്ന സമയത്ത് അവർ വീട് പണി മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ അത് ചോദിച്ച് വന്നപ്പോൾ ഇവർക്ക് വാസ്തുപ്രകാരം തന്നെയാണ് ഇവർ പ്ലാനെല്ലാം മറിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ ചെയ്തു വെച്ചിരിക്കുന്ന കുഴപ്പം വെച്ചാൽ ഇവർ ഇഷ്ടിയെ കുതുക്കുവാനായിട്ടുള്ള ഒരു ടാങ്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വലിയൊരു ടാങ്ക് ചെയ്തിട്ട് അതിനകത്ത് കംപ്ലീറ്റ് വെള്ളം നിറച്ചിട്ടു. ഇത് എപ്പം നിറച്ചിട്ടോ അന്ന് തൊട്ട് ഈ പണികളിൽ ഓരോരോ തടസ്സങ്ങളും താമസങ്ങളും ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും രീതിയിലുള്ള എഫക്റ്റുകൾ നമ്മൾ അറിയാതെ നമ്മുടെ വാസ്തുവിലോ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ വന്ന് ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്താണ് നമുക്ക് പറ്റിയിരിക്കുന്ന വിഷയം എന്ന് നോക്കി അതിന് വേണ്ടുന്ന പ്രതിവിധി ചെയ്ത് പോവുകയാണെങ്കിൽ വാസ്തു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നമ്മുടെ വീടുകളിലോ നമ്മൾ താമസിക്കുന്നെങ്കിലോ ഒരിക്കലും വരികയില്ല. പിന്നെ വാസ്തുവിൻ്റെ പരിഹാരങ്ങൾ നിങ്ങൾ എപ്പോൾ ചെയ്യുന്നു അത് വീണ്ടും ഒരിക്കലും നമുക്ക് തിരിച്ചു വരില്ല. വാസ്തുവിൻ്റെയൊക്കെ പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ എപ്പോൾ നമ്മൾ ചെയ്യുന്നു അന്നേരം തൊട്ട് അതിൻ്റെ ആ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക, പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പിക്കുക. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്കും എഴുതിയറിയിക്കേണ്ട വിലാസം പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം, ഗുരുവരുളാകുന്ന ദേവാമൃതം.